ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീതി കുറച്ചിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇപ്പം ഞാനൊരു ഷീറ്റ് പേപ്പറിനെ ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ A4 സൈസ് കളർ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു വയലറ്റ് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പല കളറുള്ള പേപ്പർ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ കടയിൽ നിന്ന്. അപ്പം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒന്ന് നീളത്തിൽ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഈക്വലായിട്ട് ഇതേ രീതിയിൽ മടക്കിയെടുക്കണം. അതിനുശേഷം ഞാൻ 2 സൈഡും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ മടക്കി കൊടുത്ത ശേഷം ഞാൻ കത്രിക വെച്ചിട്ട് ഇതുപോലെ വീതി കുറച്ചിട്ട് ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം വീതിയിൽ കട്ട് ചെയ്തിട്ട് വീതി കുറച്ചിട്ട് ഇതുപോലെ പേപ്പറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇതേ രീതിയിൽ നമ്മൾ മടക്കിയെടുത്ത് ആ പേപ്പർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അധികം വീതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ വീതി കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ പേപ്പർ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ഒന്ന് ഇതുപോലെ കൈ കൊണ്ട് നൂർത്ത് നോക്കാം. നമ്മൾ ആ പേപ്പർ നൂർത്തെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തില്ല, അത് ആ പേപ്പറിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നമ്മൾ ആ മടക്കി കൊടുത്ത അതൊക്കെ ഒന്ന് നൂർത്ത് കൊടുക്കുക. അതിനുശേഷം ആ പേപ്പറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് ഒന്ന് പശ തേച്ച് കൊടുക്കുക. ഒത്തിരി പശയൊന്നും ആവശ്യമില്ല, കുറച്ച് പശ തേച്ചിട്ട് ഇതുപോലെ ആ 2 സൈഡും ഒന്ന് മടക്കി നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. അപ്പം പേപ്പർ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അധികം പശയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പശ തേക്കുമ്പോൾ തന്നെ അത് വേഗം തന്നെ ഒന്ന് നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ആ 2 സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പേപ്പർ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം പശ വെച്ച് ഒട്ടിച്ചെടുത്തില്ലേ, അതേ സൈഡിൽ തന്നെ വേണം പശ തേച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന കമ്പിയിലേക്ക് ഇതുപോലെ ആ പേപ്പർ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ആ പേപ്പർ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കമ്പിയുടെ താഴേക്ക് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ടൊന്ന് പേപ്പർ ഫുള്ളായിട്ടൊന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കമ്പിക്ക് പകരം വേണമെങ്കിൽ ഈർക്കിലി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കമ്പിയൊന്നും കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഈർക്കിലി എടുത്താലും മതി. ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പേപ്പർ ഫുള്ളായിട്ട് ഇതുപോലെ കമ്പിയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ താഴേക്ക് നീണ്ടു നിൽക്കുന്ന കമ്പിയിൽ ഇതുപോലെ ഗ്രീൻ കളറ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടേപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതും അല്ലെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഇലയും കൂടെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഇല ഉണ്ടാക്കിയെടുത്തിട്ടില്ല, ഫ്ലവർ മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പല കളറിൽ കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു കളറിൽ തന്നെ കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതും അല്ലെങ്കിൽ ഇതുപോലെ ഒരു 3-4 കളറിൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. രണ്ടും കാണാനായിട്ട് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.